അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുക്കൂറ്. 9ാം ഭാവത്തിൽ ആണ് സൂര്യനും ബുധനും ഉള്ളത്. അതുപോലെ അഷ്ടമത്തിൽ വ്യാഴമാണ്. 9ാം ഭാവത്തിലെ സൂര്യബുധബന്ധം വിദേശ ബന്ധങ്ങളും വിദേശ ജോലികളെയും ഒക്കെ സൂചിപ്പിക്കുന്നത്. അത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അഷ്ടമത്തിലെ വ്യാഴം അനുകൂലമല്ല, എന്നാൽ അത് മറ്റു ചില കാര്യങ്ങൾക്ക്, അതായത് ഗവേഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ധനകാര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ്, നിയമം, ആത്മീയ മേഖല, ഇവയിലൊക്കെ വ്യാപരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലെ ഉച്ചസ്ഥിതിയുള്ള വ്യാഴം ഗുണം ചെയ്യുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഇവർക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂർവികന്മാരുടെ മുതിർന്നവരുടെ ഉപദേശത്തോടു കൂടിയും അവരുടെ കൺകറൻസോടു കൂടിയും ഒക്കെ പ്രവൃത്തി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സുകാർക്ക് ചില ദീർഘകാലത്തേക്ക് ലാഭം നൽകുന്ന കരാറുകൾ വന്ന് സംഭവിക്കാം. അത് വിദേശത്തു നിന്നുള്ള കരാറുകൾക്കും മറ്റും വരാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ചില ഇൻഷുറൻസ്, അതുപോലെ നികുതി, തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ചില അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില അപ്രതീക്ഷിത ചിലവുകളും ഇവർക്ക് വരാവുന്നതാണ്. എങ്കിലും ഈ വരുമാനത്തിൽ ഒരു കുറവൊന്നും ഉണ്ടാവില്ല. പുതിയ നിക്ഷേപങ്ങൾ ഇപ്പോൾ നടത്താതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ എന്തെങ്കിലും നടത്തേണ്ടതുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വലിയ നിക്ഷേപങ്ങളൊക്കെ ആണെങ്കിൽ അത് സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള പഠനം ഒക്കെ നടത്തി ശരിയായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വരാനും ചില അസ്വസ്ഥതകൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. ക്രമമായിട്ടുള്ള ഭക്ഷണവും വ്യായാമവും പ്രത്യേകം ശീലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മീയമായിട്ടുള്ള ഒരു പുരോഗതിക്കും ഒക്കെ ധ്യാനവും അതുപോലെ അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ മാനസികമായിട്ടുള്ള ഉത്തേജനം നൽകും, ആത്മീയമായിട്ടുള്ള ഉത്തേജനം നൽകുന്നതാണ്. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സംഭാഷണ ശൈലി സ്വീകരിക്കേണ്ടതാണ്. അതിനുള്ള അവസരം ലഭിക്കും. അതോടൊപ്പം തന്നെ എല്ലാവരും ചേർന്നുള്ള തീർത്ഥയാത്രയോ അല്ലെങ്കിൽ ചില ആത്മീയ പരിപാടികളിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ ഒക്കെ ഉള്ള ദർശനം മുതലായിട്ടുള്ളവയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവും. അതുപോലെ കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹവും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ശ്രീ ദക്ഷിണാമൂർത്തിയെ ഭജിക്കുക, വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ ഭജിക്കുക, ശ്രീരാമൻ മുതലായിട്ടുള്ള അവതാര വിഷ്ണു അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുക, മാല സമർപ്പണം നടത്തുക. അലങ്കാരപ്രിയോ വിഷ്ണു എന്നാണ് പറയുക. അപ്പോൾ ചന്ദനം, മാല മുതലായിട്ടുള്ളവ സമർപ്പിക്കുകയൊക്കെ വളരെ നല്ലതാണ്.